എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കറിയുടെ കൂടെയും കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. എന്നും ചപ്പാത്തി കഴിച്ച് മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 3 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് അളന്നിട്ട് എടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് കുഴക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോ മാവിലും വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഏതൊരു പരുവത്തിലാണ് നിങ്ങൾ മാവ് കുഴച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം ഇത് കുഴച്ചാൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്നുള്ള പ്രശ്നമെല്ലാം അങ്ങ് പോയിക്കോളും. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഞാനിതാ കുറച്ച് വാഴയില നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്നും കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് പരത്തണം. അപ്പോൾ ആദ്യം ഇതാ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കൈയൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവ് കുറച്ച് എടുക്കുക. വെള്ളം നനച്ചിട്ട് എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒട്ടുന്ന ആ ഒരു സമയത്ത് ഇതാ വെള്ളത്തിൽ ഇതുപോലെ കൈയൊന്ന് മുക്കിയിട്ട് ഇതാ വാഴയിലയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തുക. വാഴയിലിൻ്റെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ മാവ് എടുത്താൽ മതി. പിന്നെ പരത്തുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുമ്പോൾ വെള്ളത്തിലൊന്ന് കൈ മുക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു വാഴയില ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഒരെണ്ണം ചുട്ടെടുക്കുന്ന സമയത്ത് ഒരെണ്ണം പരത്തിയാലും മതി, അല്ലെങ്കിൽ എല്ലാം പരത്തി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുമ്പോൾ അല്പം വെള്ളത്തിൽ കൈയൊന്ന് മുക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതാ വീണ്ടും ഒരെണ്ണം കൂടെ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഒരു ഭാഗം ഒരു 10 സെക്കൻഡെല്ലാം വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ഭാഗം ഒരു 10-20 സെക്കൻഡെല്ലാം ആകുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ടാകുമ്പോൾ ഇതാ ഇതുപോലെ ഇല നന്നായിട്ടൊന്ന് കളറ് മാറി തുടങ്ങും, മാവിൽ നിന്ന് വിട്ട് വരും. അന്നേരം വാഴയില എടുത്ത് മാറ്റുക. അതിനുശേഷം വീണ്ടും ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഇലയൊക്കെ 2 ഭാഗത്തെയും പറിച്ച് കളഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിൽ റെഡിയായി കിട്ടും. ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി ഇതാവുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഗീ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ. കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഗീയും പഞ്ചസാരയും ഇട്ടിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഗീ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും കൂടി കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് നമുക്കിത് എടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഒന്നിക്കൽ കറി കൂട്ടിയിട്ട് നല്ല ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, മുട്ടക്കറി അങ്ങനെ ഉള്ളതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഗീ മാത്രം സ്പ്രെഡ് ചെയ്തിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഗീയും പഞ്ചസാരയും ഇട്ടിട്ടും കഴിക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.